എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസും രണ്ട് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതായിരുന്നു? മാനുവൽ ടെസ്റ്റിങ്ങും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും. അതിന്റെ ചെറിയൊരു ബേസിക്സ് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ പറയാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു വർക്കിംഗ് മനസ്സിലാവാണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞ ലോജിക്കും കാര്യങ്ങളും ക്ലിക്ക് ആവണമെന്നില്ല ചിലർക്കെങ്കിലും. അപ്പോൾ ഞാൻ ഇന്ന് മാനുവൽ ടെസ്റ്റിങ്ങിന്റെയും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന്റെയും ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാനാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ലോഗിൻ ഫോമാണ്. ഓക്കെ, ഞാൻ ഇതിലൊരു യൂസർ നെയിമും പാസ്വേഡ് എന്നുള്ള രണ്ട് ഫീൽഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാനുവൽ ടെസ്റ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനുവലി ടെസ്റ്റർ ഒരു എൻഡ് യൂസറിന്റെ റോള് പെർഫോം ചെയ്യുന്നതാണ് ഈ മാനുവൽ ടെസ്റ്റിങ്ങിൽ. ഓക്കെ, ഇപ്പൊ ഞാൻ മാനുവൽ ടെസ്റ്റ് റിപ്പോർട്ടിന്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ചെറിയൊരു സാമ്പിളാണ്. ഞാൻ രണ്ട് ടെസ്റ്റ് കേസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റിൽ നമ്മളിവിടെ ടെസ്റ്റ് റിപ്പോർട്ട് എഴുതും. പിന്നെ ഇതിലത്തെ ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടെസ്റ്റ് കേസ്, ഡിസ്ക്രിപ്ഷൻ, പ്രൊസീജിയർ, ടെസ്റ്റ് ഡാറ്റ, എക്സ്പെക്റ്റഡ് റിസൾട്ട്, ആക്ച്വൽ റിസൾട്ട്, സ്റ്റാറ്റസ്. ഈ 7 ഫീൽഡാണ് ഇതിൽ വരുന്നത്. ടെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീരിയൽ നമ്പർ കൊടുക്കുന്ന പോലെ നമ്മളിപ്പോൾ TC1, TC2, ഇപ്പം അടുത്താകുമ്പോൾ TC3 അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. അപ്പൊ നമുക്കിപ്പോൾ വേണ്ടത് ഇതാണല്ലേ നമ്മുടെ ഫോം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫോമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാരായിരിക്കണം ലോഗിൻ ചെയ്യേണ്ടത് അല്ലേ? രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും ഇല്ലേ? വാലിഡ്, ശരിക്കുള്ള ജെന്യുവിൻ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കണത് വാലിഡ് യൂസർ നെയിമും വാലിഡ് പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ യൂസറിന് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ തന്നെ എഴുതും, ഡിസ്ക്രിപ്ഷനിൽ എഴുതും ടു വെരിഫൈ ദാറ്റ് എന്നും കൂടി നമ്മൾ എഴുതും. ചിലപ്പോൾ ടു വെരിഫൈ ദാറ്റ് ഇഫ് എ യൂസർ വിൽ ബി ഏബിൾ ടു ലോഗിൻ വിത്ത് എ വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതും. ഇനി അടുത്തത് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണോ ചെയ്യണത് അതാണ് പ്രൊസീജിയറിൽ വരുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാലിഡ് യൂസർ നെയിം ആയിട്ട് ഷാനിംസ് എന്ന് കൊടുത്തു, പാസ്വേഡ് നമ്മൾ ഷാനിംസ് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു വാലിഡ് യൂസർ നെയിം എൻ്റർ ചെയ്തു, വാലിഡ് പാസ്വേഡ് എൻ്റർ ചെയ്തു, പിന്നെ എന്താണ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഒരു വാലിഡ് യൂസർ നെയിം എൻ്റർ ചെയ്തു, വാലിഡ് പാസ്വേഡ് എൻ്റർ ചെയ്തു, ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്തു ഇല്ലേ? അപ്പൊ ആ നമ്മൾ ചെയ്ത പ്രൊസീജിയർ ആണ് ഇവിടെ പ്രൊസീജിയറിന്റെ അണ്ടറിൽ എഴുതേണ്ടത്. എൻ്റർ വാലിഡ് യൂസർ നെയിം, വാലിഡ് പാസ്വേഡ്, പ്രസ് ലോഗിൻ ബട്ടൺ. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇവിടെ ടെസ്റ്റ് ഡാറ്റ എന്നുള്ളത്. ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്ത് ഡാറ്റയാണോ ആഡ് ചെയ്തത് അതാണ് ടെസ്റ്റ് ഡാറ്റ. യൂസർ നെയിമിൽ നമ്മൾ ഷാനിംസ് ആഡ് ചെയ്തു, ഷാനിംസ് കൊടുത്തു. പാസ്വേഡിൽ നമ്മൾ ഷാനിംസ് ആഡ് ചെയ്തു, അവിടെയും ഷാനിംസ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വരേണ്ട റിസൾട്ട് എന്താണ്? ഒരു അലേർട്ട് ബോക്സ് വരണം. എന്ത്? സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് ബോക്സ് വരണം. നമുക്ക് ശരിക്കും വരേണ്ട റിസൾട്ട്, ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ആക്ച്വൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ വന്ന റിസൾട്ട്, നമ്മൾ ഈ ലോഗിൻ ഇത് ആഡ് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് ഇവിടെ റിസൾട്ട് വന്നത് അതാണ് എന്ത് ആക്ച്വൽ റിസൾട്ടിൽ കൊടുക്കേണ്ടത്. ഈ എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും സെയിം ആയാൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ നമുക്ക് കിട്ടിയാൽ ഇവിടെ സ്റ്റാറ്റസ് പാസ് എന്ന് കൊടുക്കും. ക്ലിയർ ആയോ? അപ്പൊ ഈ ഫസ്റ്റത്തെ ടെസ്റ്റ് കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് എന്തായിരുന്നു? ഡിസ്ക്രിപ്ഷൻ എന്തായിരുന്നു? നമ്മൾ വാലിഡ് യൂസർ നെയിമും വാലിഡ് പാസ്വേഡും എൻ്റർ ചെയ്തപ്പോഴാണ് എന്ത് ഫസ്റ്റത്തെ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ എന്താ വരുന്നത് എന്നുള്ളത് ഞാൻ അടുത്തൊരു ടെസ്റ്റ് കേസ് ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നമ്മുടെ വാലിഡ് യൂസർ നെയിം ഷാനിംസ് ആണ്, പിന്നെ എന്താണ് വാലിഡ് പാസ്വേഡ് എന്ന് പറയുന്നത് ഷാനിംസ് തന്നെയാണ്. ഞാൻ ഇതിന് പകരം ഷാനിംസ് 1 2 3 എന്നും കൂടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പ്രസ് ലോഗിൻ ടീം എന്താണ് ഇവിടെ വരുന്നത്? എഗെയിൻ സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ എന്നാണ് പറഞ്ഞിട്ട് വരുന്നത് അല്ലേ? ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊസീജിയർ എഴുതി, നമ്മുടെ ടെസ്റ്റ് ഡാറ്റ ഷാനിംസ്, പാസ്വേഡ് എന്തായിരുന്നു? ഷാനിംസ് 1 2 3 എന്ന് എഴുതി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്തായിരുന്നു? ഇവിടെ വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ എഴുതി കാണിക്കേണ്ടത്?
ഇൻകറക്റ്റ് യൂസർ നെയിം ഓർ പാസ്വേഡ് എന്നാണ് നമുക്ക് എഴുതി കാണിക്കേണ്ടത്. അതിന് പകരം നമുക്ക് ആക്ച്വൽ റിസൾട്ടിൽ എന്താ കിട്ടിയത്? സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് വന്നേ. അപ്പൊ എക്സ്പെക്ടഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും ഇവിടെ എന്താണ്? സെയിം അല്ല. അതുകൊണ്ട് ഇവിടെ സ്റ്റാറ്റസ് എന്ത് വന്നു? ഫെയിൽ എന്ന് വന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് ഇനി വേണമെങ്കിൽ അടുത്തത് TC3 എന്ന് പറഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് കേസ് എഴുതാം. അടുത്തത് എന്ത് എഴുതാം? ഞാൻ ഇപ്പൊ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് എഴുതാം ഇൻവാലിഡ് യൂസർ നെയിമും വാലിഡ് പാസ്വേഡും കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താ വരണേന്നുള്ളത് നോക്കാം. അപ്പൊ സെയിം തന്നെ എൻ്റർ എന്താണ്? ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ്. ഓക്കെ. അപ്പൊ അടുത്ത ടെസ്റ്റ് ഡാറ്റ കൊടുക്കുക, എക്സ്പെക്ടഡ് റിസൾട്ട്, ആക്ച്വൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, സ്റ്റാറ്റസ് ഏതാണെന്ന് വെച്ചാൽ നോക്കാം. ഈ സ്റ്റാറ്റസ് എഴുതുമ്പോൾ നമുക്കൊരു റെഡ് കളറിൽ എഴുതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഞാൻ 2-3 നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരുപാട് ടെസ്റ്റ് കേസുകൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇതാണ് ടെസ്റ്റ് കേസ് എഴുതാന്ന് പറയുന്നത്, ടു വെരിഫൈ ദാറ്റ്. അപ്പൊ നിങ്ങളോട് ഒരു ടെസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ ഇത് പറയാം, നമ്മുടെ എന്താണ് ഡിസ്ക്രിപ്ഷന്റെ കാര്യം പറയാം. ടു വെരിഫൈ ദാറ്റ് ഇഫ് യൂസർ വിൽ ഏബിൾ ടു ലോഗിൻ വിത്ത് വാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ്. അത് ലോഗിൻ ചെയ്യണതിന്റെ ഫോം ഇതാണ് കേട്ടോ ഞാൻ അങ്ങനെ എഴുതിയത്. അതിലിപ്പോ രജിസ്ട്രേഷൻ ആണെങ്കിലോ ടു വെരിഫൈ ദാറ്റ് ഇഫ് യൂസർ ക്യാൻ ഏബിൾ ടു രജിസ്റ്റർ വിത്ത്, അങ്ങനെയല്ല. രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട എല്ലാത്തിലും അതെ ഓരോ ഇൻപുട്ട് ഫീൽഡിനും നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അത് പല പല കോമ്പിനേഷൻ വെച്ച് വാലിഡേറ്റ് ചെയ്യണം. ഇപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്തേ? വാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് കൊടുത്തു, പിന്നെ ഇൻവാലിഡ് യൂസർ നെയിമും വാലിഡ് പാസ്വേഡ് കൊടുത്തു, പിന്നെന്താണ് വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡും കൊടുത്തു, ഇല്ലേ? അങ്ങനെ പല പല കോമ്പിനേഷൻ നമ്മൾ നോക്കി, ഇല്ലേ? ഇനി ചിലപ്പം ഇത് രണ്ടും ബ്ലാങ്ക് ആയിട്ട് ലോഗിൻ കൊടുക്കണം. അപ്പൊ എന്താ? അവിടെ അത് സക്സസ്ഫുള്ളി ലോഗിൻ എന്ന് വന്നു. അതല്ലെങ്കിൽ യൂസർ നെയിം ബ്ലാങ്ക് ആയിട്ട് പാസ്വേഡ് നമ്മൾ എന്തോ കൊടുത്തു, ലോഗിൻ ചെയ്യുമ്പോൾ അതും സക്സസ്ഫുള്ളി ലോഗിൻ വന്നു. അങ്ങനെ പല പല കോമ്പിനേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഇതാണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് ടെസ്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. മാനുവൽ ടെസ്റ്റിംഗിന്റെ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരും വീഡിയോസിൽ പഠിക്കും. അപ്പൊ ഇത് വർക്കിംഗ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഓരോരോ ഫീൽഡും നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കണം. ഇതിപ്പോ ലോഗിൻ ചെയ്തോണ്ട് ആകെ 2 ഫീൽഡേ ഉള്ളൂ. അപ്പൊ അത്രയ്ക്ക് അധികം ടെസ്റ്റ് കേസുകൾ വരില്ല, എന്നാലും വരും. പല കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കണം. അപ്പൊ എന്താണ്? അപ്പൊ ഇതാണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എങ്ങനെ വരണേന്നുള്ളത് നോക്കാം. ഓക്കെ. ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനായിട്ട് ഒരു ID യൂസ് ചെയ്യുന്നുണ്ട്, സെലീനിയം ID എന്ന് പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയർഫോക്സ് ഓപ്പൺ ചെയ്യാം. ഫയർഫോക്സ് അതൊന്ന് ഓപ്പൺ ആവട്ടെ കേട്ടോ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാനുവൽ ടെസ്റ്റിംഗിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണതിൻ്റെ ഒരു ഇത്. ഓക്കെ. അതൊന്ന് ലോഡ് ആവട്ടെ, കുറച്ച് ടൈം എടുക്കേണ്ട. സിസ്റ്റം വന്നു. ഓക്കെ. അങ്ങനെ URL ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ചിഹ്നം കണ്ടോ? ഇതാണ് സെലീനിയം ID. ഇത് ഓൾറെഡി അതിൽ ഉണ്ടാവില്ല കേട്ടോ, ഫയർഫോക്സിൽ ഉണ്ടാവില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം. അത് സെറ്റപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അത് ആ ടൈമിലാവുമ്പോൾ പറയും. ഓക്കെ. അത് നമുക്ക് ഓട്ടോമേഷൻ്റെ ടൈമിൽ മതി. ഇപ്പോൾ മാനുവൽ ടെസ്റ്റിംഗിന്റെ ടൈമിൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് പറയാനും, മാനുവൽ ടെസ്റ്റിംഗ് വേഴ്സസ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഡിഫറൻസ് പറയാനായിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഇത് എന്താക്കുന്നത്, ഇതിന്റെ ഒരു സാമ്പിൾ കാണിച്ചു തന്നത്. അപ്പൊ നമ്മൾ സെലീനിയം ID ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞു എന്ത്, നമുക്ക് ഇതില് ടെസ്റ്റ് കേസുകൾ റെക്കോർഡ് ചെയ്ത് വെക്കാം, അല്ലേ? നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമേഷനിൽ എന്താ പറഞ്ഞത്, മാനുവൽ ടെസ്റ്റിംഗിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എഗെയിൻ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഈ ഓട്ടോമേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടോ. അതൊന്ന് ചെറുതാക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഞാനിതൊന്ന് റെക്കോർഡ് ചെയ്യണം. ഇവിടെ ചുവന്ന ബട്ടൺ കണ്ടോ? ഞാൻ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഫയലില് ന്യൂ ടെസ്റ്റ് കേസ്. ഓക്കെ. ടെസ്റ്റ് കേസ് ഉണ്ട് ഇവിടെ. ഇത് ഇവിടെ ചുവന്ന ബട്ടൺ കണ്ടോ? അത് കൊടുത്ത് റെക്കോർഡ് കൊടുക്കുക. ഇനി ഇതൊന്ന് റീഫ്രഷ് ചെയ്യാം. നമുക്ക് ആ URL ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. ദെൻ ഇവിടെ യൂസർ നെയിം ഉണ്ട്. ഇവിടെ ഞാനൊന്ന് എൻ്റർ ചെയ്യണു. ഷാനിംസ് എൻ്റർ ചെയ്തു.
കണ്ടോ അവിടെ വരണം കണ്ടോ, ഷാനിംസ് പാസ്വേഡ് വന്നു. പാസ്വേഡ് എൻ്റർ ചെയ്തു, നമ്മൾ ലോഗിൻ ഞെക്കി. കണ്ടോ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം ഇവിടെ വന്നു. ക്ലിയർ ആയോ? ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ ഇവിടെ എന്താ വന്നത്, ഫസ്റ്റ് ഞാൻ എന്താക്കി URL ഓപ്പൺ ചെയ്തു. പിന്നെന്താണ് ഷാനിംസ് എന്നുള്ള ID കൊടുത്തു, നെയിം എന്ന് കൊടുത്തു, ക്ലിക്ക് ചെയ്ത് കൊടുത്തു അല്ലേ. യൂസർ നെയിം വാലിഡ് ആണ്, പാസ്വേഡും വാലിഡ് ആണ്. ഓക്കെ, ഞാൻ അടുത്തൊരു ടെസ്റ്റ് കേസ് എഴുതുന്നു. ന്യൂ ടെസ്റ്റ് കേസ് കൊടുത്തു. അതിൽ ഞാൻ റെക്കോർഡ് ചെയ്യണു. ഇതൊന്ന് റീഫ്രഷ് ചെയ്തു. ഇതാണ് ഷാനിംസ് കൊടുത്തു. ഷാനിംസ് 123 എന്നുള്ളത് കൊടുത്തു. ലോഗിൻ കൊടുത്തു. ഓക്കെ, ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അതും ഇവിടെ റെക്കോർഡായിട്ടുണ്ട് ഇല്ലേ, 123 ഷാനിംസ് എന്നുള്ളത് റെക്കോർഡായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ റെക്കോർഡ് കൊടുത്തു, റീഫ്രഷ് ചെയ്തു. ഇത് രണ്ടും ഞാൻ ബ്ലാങ്ക് ആക്കണ്ട, ഇൻവാലിഡ് കൊടുക്കാം. രണ്ട് ഇൻവാലിഡ് കൊടുക്കാം, ABC ലോഗിൻ. ഓക്കെ, ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇവിടെ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ആവുന്ന കണ്ടോ. ഇത് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് ഷാനിംസ്, രണ്ടാമത്തത് വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡും, മൂന്നാമത്തത് രണ്ടും ഇൻവാലിഡ് ആയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എന്താക്കാം, റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോ ഈ സിസ്റ്റം ഇതൊരു വെബ്സൈറ്റ് ആണെന്നൊക്കെ, അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെന്നൊക്കെ, ഇത് നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയിട്ട് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ ചേഞ്ചസോ എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നോ, അതിനെ എന്തെങ്കിലും അഫക്ട് ചെയ്തോ എന്ന് നോക്കണം. അപ്പൊ അതിന് ആദ്യം തൊട്ട് ഇരുന്ന് ടെസ്റ്റ് ചെയ്യുന്നേക്കാളും നല്ലത്, ആദ്യം തൊട്ട് ഇങ്ങനെ മാനുവലി ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണ്ടേ, അതിനേക്കാളും നല്ലത് നമ്മൾ എന്താക്കുക, ഇവിടെ മാനുവലി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. ഇത് 2 ഫീൽഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നും തോന്നില്ല. അതിന് പകരം ഒരു 19 ഫീൽഡ് ഉണ്ട്, ഒരു 10 ഫീൽഡ് ഉണ്ട് നിങ്ങൾക്ക് ബോറടിക്കോ? അതും ഓരോ ഫീൽഡിനും ഓരോരോ കോമ്പിനേഷൻ വെച്ച് ചെയ്യണം അല്ലേ. അപ്പൊ ബോറടിക്കാൻ അത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും. അത് നമ്മൾ ഒരു വട്ടം ചെയ്ത കാര്യം തന്നെ എഗെയിൻ കുറച്ച് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓട്ടോമേറ്റഡ് ടൂൾസ് യൂസ് ചെയ്യണത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താക്കാം, ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് പ്ലേ എൻ്റയർ ടെസ്റ്റ് യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ എല്ലാം പ്ലേ ആയിപ്പോയി. ഈ സ്ക്രീൻ കാണുന്ന വിചാരിക്കുന്നു. ഇത് കണ്ടോ എൻ്റർ ചെയ്യുമ്പോൾ എല്ലാ ഫീൽഡും എൻ്റർ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടോ റൺസ് 3. ഞാൻ വേണമെങ്കിൽ ഓരോന്നായിട്ട് എൻ്റർ ചെയ്യാം. ഇത് മാത്രം ഒന്ന് എൻ്റർ ചെയ്യണു. കണ്ടോ ഷാനിംസ് ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ എൻ്റർ ആവുന്നത്. അടുത്ത ടെസ്റ്റ് കേസ് ഞാൻ ചെയ്യുന്നു, സക്സസ് ആയി. അടുത്തതും ചെയ്യുന്നു, സക്സസ് ആയി. ഇതിൽ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫെയിലിയറിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഒരു വട്ടം സേവ് ചെയ്തത് ഇവിടെ നമുക്ക് ഫയലിൽ സേവ് ടെസ്റ്റ് കേസ് ആസ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ എടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. മാനുവലി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ ഇതാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കൺസെപ്റ്റ്. അതിന്റെ ഒരു സാമ്പിൾ ആണ് കാണിച്ചത്. ഇത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ, ഞാൻ സേവ് ചെയ്യുന്നില്ല, ചെറിയൊരു സാമ്പിളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന്റെയും മാനുവൽ ടെസ്റ്റിങ്ങിന്റെയും സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, അത് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണോ മാനുവൽ ടെസ്റ്റിംഗ് ആണോ പ്രിഫർ ചെയ്യുക? ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് മിക്കവരും പറയും. കാരണം എന്താണ്, നമുക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചത് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് മാനുവൽ ടെസ്റ്റിംഗ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം മാനുവൽ ടെസ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ മുഴുവൻ എന്താണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓട്ടോമേഷനിൽ ചെയ്യുക. പിന്നെ ഈ ക്യാപ്ച കാര്യങ്ങളൊക്കെ വരില്ലേ, ക്യാപ്ച എന്താണെന്ന് നമുക്കറിയോ? നമ്മൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ക്യാപ്ച അതേ കണ്ടോ, ഇങ്ങനത്തെ ക്യാപ്ച ഒക്കെ വരുമല്ലോ. ഇതെന്താണ്, ഇതൊക്കെ സെയിം ആവണമെന്നില്ല. നമ്മുടെ യൂസറേയും പാസ്വേഡ് അടിക്കുമ്പോൾ അതൊക്കെ ഒരേപോലത്തെ വാല്യൂസ് തന്നെയായിരിക്കും അടിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ ക്യാപ്ച എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഈ വാല്യൂസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരു വട്ടം എൻ്റർ ചെയ്ത വാല്യൂ തന്നെ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഫെയിലിയർ വരും. അപ്പൊ അതിന് എന്താണ് മാനുവൽ ടെസ്റ്റിംഗ് തന്നെയായിരിക്കും നല്ലത്. മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുന്നതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ
കൂടുതലും മാനുവൽ ടെസ്റ്റിംഗ് ആണ് ബെറ്റർ. കാരണം പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കുന്നതാണെങ്കിൽ മാനുവൽ ടെസ്റ്റിംഗ് ആയിരിക്കും നല്ലത് വരാം. പിന്നെ ടൈം, കോസ്റ്റ്, എഫേർട്ട് ഒക്കെ സേവ് ചെയ്യാനായിട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് നല്ലത്. രണ്ടും നല്ലത് തന്നെയാണ്. മാനുവൽ ടെസ്റ്റിംഗ് ആയിരിക്കും. ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഇങ്ങനെ ക്യാപ്ചയുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം കറണ്ട് ഡേറ്റ് പിക്ക് ചെയ്യേണ്ടതാണ്. കറണ്ട് ഡേറ്റ് പിക്ക് ചെയ്യുന്നതിന് പകരം വേറൊരു ഡേറ്റ് പിക്ക് ചെയ്താൽ അതവിടെ ബഗ്ഗാണ് അല്ലേ. അപ്പൊ നമുക്ക് അത് മാനുവലി തന്നെ പിക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ബർത്ത് ഡേറ്റ് പിക്ക് ചെയ്യണം, ആ സ്ഥാനത്ത് നമ്മുടെ കറണ്ട് ഡേറ്റ് പിക്ക് ചെയ്തിരുന്നാലും അതൊരു ബഗ്ഗാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്തായാലും മാനുവലി തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് ഓട്ടോമേഷൻ ടൂളിൽ കാണിക്കും. സോ അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗിന്റെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത്, ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അഗെയിൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്താണ്, ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും നാളും പറഞ്ഞിട്ടുള്ളത് അതിനെ വിട്ട് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഇനി നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ. ഓൾസോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും നാൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. ജസ്റ്റ് വീഡിയോ കണ്ടുപോയിട്ട് കാര്യമില്ല, പഠിക്കാനായിട്ട് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.